മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളെ അടുത്തറിയുന്നതിനും ധ്യാനിക്കുന്നതിനും അവയുടെ ഫലം ആത്മാവിൽ സ്വീകരിക്കുന്നതിനുമായി വലിയ നോമ്പുകാലത്തേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. സൗമാറമ്പ എന്നറിയപ്പെടുന്ന ഈ വലിയ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനുള്ള വലിയ അവസരമായിട്ടാണ് തിരുസഭ കാണുന്നത്. പേതൃത്ത ഞായർ മുതൽ ഉയർപ്പ് തിരുനാൾ വരെ നീണ്ടു നിൽക്കുന്ന 50 ദിവസത്തെ നോമ്പായിട്ടാണ് നാം ഇതിനെ കണക്കാക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ 40 ദിവസത്തെ നോമ്പായിരുന്നു ഇത് എന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാൽ പോലും ഈ കാലഘട്ടത്തിൽ സഭയുടെ ഔദ്യോഗിക പഞ്ചാംഗത്തിലും 50 നോമ്പ്, വലിയ നോമ്പ് എന്ന പദങ്ങളാണ് ഈ നോമ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. പേതൃത്ത മുതൽ ഉയർപ്പ് തിരുനാൾ വരെ നീണ്ടു നിൽക്കുന്ന 50 ദിവസത്തെ പ്രാർത്ഥനാ ദിനങ്ങൾ. ഇത് കർത്താവിൻ്റെ ജീവിതത്തിലും പഴയ നിയമത്തിലും ഉൾപ്പെട്ടിരിക്കുന്ന സുദീർഘമായ പ്രാർത്ഥനയുടെ ഒരു അനുസ്മരണം കൂടിയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞതോടുകൂടി, മാമുദീസ കഴിഞ്ഞതോടുകൂടി ഈശോ മരുഭൂമിയിലെ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പ്രവേശിച്ചു എന്നാണ് നാം കാണുന്നത്. അതുപോലെ തന്നെ മോശ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് മുൻപ് 40 ദിവസം മലമുകളിൽ പ്രാർത്ഥിച്ചതായി നാം കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചത്. നോഹയുടെ പെട്ടകത്തിൽ പ്രവേശിച്ചതിന് ശേഷം 40 ദിവസം തുടർച്ചയായി മഴ പെയ്തു. അതാണ് ശുദ്ധീകരണത്തിന് വഴിതെളിച്ചത് എന്ന് നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരണത്തിൽ നോക്കുമ്പോൾ സുദീർഘമായ ഈ പ്രാർത്ഥന, 40 ദിവസത്തെ പ്രാർത്ഥനകൾ മാനസാന്തരത്തിനും ആത്മവിശുദ്ധീകരണത്തിനും ദൈവാനുഭവത്തിനും കാരണമാകുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ 40 ദിവസത്തെ പ്രാർത്ഥനകളും നമ്മുടെ തന്നെ രൂപാന്തരീകരണത്തിനും നമ്മുടെ തന്നെ മാറ്റത്തിനും അതുപോലെ വലിയ പരീക്ഷകൾക്ക് ശേഷമുള്ള വിജയത്തിനും മുന്നോടിയായി മാറുന്നു എന്ന് തിരുവചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈശോയുടെ ഈ 40 ദിവസത്തെ പ്രാർത്ഥനയാണ് വലിയ പരീക്ഷയിൽ നിന്നുള്ള വിജയത്തിന് ആധാരമായി നിലകൊള്ളുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഈ വലിയ നോമ്പുകാലം വലിയ പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും അടയാളമായി തീരേണ്ട നിമിഷങ്ങളാണ്. നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഈ നോമ്പ് വലിയ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ നോമ്പിലൂടെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനും ഒപ്പം നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിനും പാപകരമായ സാഹചര്യങ്ങളോടുള്ള നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചായ്ച്ചലുകളിൽ നിന്നുള്ള വിജയത്തിനും ഇവ നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 50 ദിവസം ശക്തമായ നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നുകൊണ്ട് നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിനും രക്ഷാകര രഹസ്യങ്ങളുടെ ഫലമനുഭവിക്കുന്നതിനും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമുക്കൊരുക്കാം. അപ്രകാരം ഈശോയുടെ ഉദ്ധാനം നൽകുന്ന വലിയ വിജയത്തിലേക്ക് ദൈവ പൈതൽ എന്ന നിലയിൽ പ്രവേശിക്കാൻ ഇത് നമുക്ക് കാരണമാകട്ടെ.